ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും സൈലം ടെക്നിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വരുന്ന ജനുവരി 19 നടക്കാനിരിക്കുന്ന ആ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം അല്ലെ, ആ ഒരു എക്സാമിന് നമുക്കറിയാം ആ ഒരു എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിൻ്റെ അകത്തുനിന്നാണ് ഒരുപാട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ബിടെക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എൻവയറമെന്റൽ ടോപ്പിക്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ ആ ഒരു എംടെക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എൻവയറമെന്റൽ ടോപ്പിക്സ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബിടെക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എൻവയറമെന്റൽ ടോപ്പിക്സിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ ഉള്ള ആ ഒരു PCB എക്സാമിന് നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ഈ ലെവൽ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിരിക്കാം, അത് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അതുമായിട്ട് അല്ലെ ഒരു റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കുറച്ച് ആസ്പെക്ട്, കുറച്ച് പോയിന്റ്സ്, കുറച്ച് വാല്യൂസോ അല്ലെങ്കിൽ കുറച്ച് ആ ഒരു കണ്ടന്റൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ പുതിയ ആ ഒരു ടാർഗറ്റ് ബാച്ച്, നമ്മൾ ഇറിഗേഷൻ എക്സാം അടുത്ത ഒരു ജൂലൈ ടു സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിൽ നടക്കാൻ പോവാണ് അല്ലെ. അപ്പൊ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാർ, ഇതുവരെ എവിടെയും ജോയിൻ ചെയ്തില്ല, നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻസ് ഒന്ന് സെറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ആ ജോയിൻ ചെയ്യുന്ന ആ ഒരു അന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഫുൾ റെക്കോർഡഡ് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ആ റെക്കോർഡ് വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുകൂടാതെ നമുക്ക് ലൈവ് ക്ലാസ്സസ് ഈ പറയുന്ന ഓരോ അപ്പോൾ ഒരു ബാച്ചിൻ്റെ അകത്ത് തന്നെ 2 അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഫുൾ റെക്കോർഡ് വീഡിയോസും കിട്ടും, അതുപോലെ ആ ഒരു ലൈവായിട്ട് ക്ലാസ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ ഒരു ലൈവായിട്ടുള്ള ആ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാം തന്നെ ഒറ്റയടിക്ക് നമുക്ക് പഠിച്ച ആ ഒരു ഇറിഗേഷൻ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻസ് സെറ്റ് ആക്കിയിട്ട് നല്ല റാങ്ക് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ആ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9995 100 എന്ന് പറഞ്ഞ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ അജണ്ടയിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ആ ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, നമ്മുടെ ഇന്നത്തെ ഡിസ്കഷന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു IS 10500 2012 ആക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് ടർബിഡിറ്റീസ്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പല സ്ഥലത്തും ഓൺലൈനിലൊക്കെ തപ്പിയാൽ ഈ ഒരു കോഡ് IS 10500 2012 വാല്യൂസ് ആയിരിക്കും അതിനേക്കാളും കുറെ കാലം മുന്നേ ഉള്ള പല വാല്യൂസും പല സ്ഥലത്തും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ ഒരു 4-5 എക്സാമ്പിളായിട്ട് നമ്മുടെ PSC ആ ഒരു IS 10500 2012 എന്ന് പറയുന്ന ആ ഒരു കോഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു വാല്യൂസ് ഒക്കെ നമ്മുടെ ആ ഒരു ആൻസർ കീയിൽ കൊടുക്കാറ്. അപ്പൊ ആ ഒരു കോഡിലെ വാല്യൂസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനത് നെക്സ്റ്റ് 2 സ്ലൈഡ്സിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് വാല്യൂസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് ആ ഒരു ടർബിഡിറ്റീന്റെ കേസ് അല്ലെ, ടർബിഡിറ്റീന്റെ കേസിൽ നമ്മൾ ഏതാണ് ഒരു ആക്സെപ്റ്റബിൾ ലിമിറ്റ്, നമ്മൾ 2 ലിമിറ്റ്സ് പഠിക്കുന്നുണ്ട്. ഒന്ന് ആക്സെപ്റ്റബിൾ ലിമിറ്റ്, അതായത് നമുക്ക് അത്യാവശ്യം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലിമിറ്റും, അതുപോലെ എന്താണ് ആ ഒരു ഇൻ കേസ് നമുക്ക് അത്രയധികം ചൂസ് ചെയ്യാൻ വേണ്ടി അത്രയധികം സോഴ്സ് ഓഫ് വാട്ടർ ഇല്ലെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ ഇൻ കേസ് ഓഫ് നോ അതർ ഓൾട്ടർനേറ്റ് സോഴ്സ് അല്ലെങ്കിൽ കോസ് ഫോർ റിജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ അല്ലെ. അപ്പൊ ഇതിൽ ആക്സെപ്റ്റബിൾ ലിമിറ്റ് ചോദിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ് 1NTU ആണ്. സോ 1NTU ആണ്. അതുപോലെ NTU എന്ന് പറയുന്ന സാധനം എന്താണ്, NTU എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നെഫ്ലോ ടെർബിഡിറ്റി യൂണിറ്റ് ആണ്. ദിസ് ഈസ് നെഫ്ലോ ടെർബിഡി യൂണിറ്റ് ആണ്. അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1 milligram ഓഫ് ഫോർമസീൻ അല്ലെ, 1 milligram ഓഫ് ഫോർമസീന് നമ്മൾ 1 liter ഡിസ്റ്റിൽഡ് വാട്ടറിൽ മിക്സ് ചെയ്താൽ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ് ആ ഒരു 1NTU എന്ന് പറയുന്ന ആ ഒരു സാമ്പിൾ. അതുപോലെ എന്താണ് നമ്മൾ പൊതുവെ ടർബിഡി യൂണിറ്റ് TU എന്ന് പറയുന്നത് അല്ലെങ്കിൽ STU സ്റ്റാൻഡേർഡ് ടർബിഡി യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ആ ഒരു പൗഡേർഡ് സിലിക്കയാണ്. ആ കേസിൽ പൗഡേർഡ് സിലിക്കയാണ് നമ്മൾ ആ കേസിൽ ഈ പറയുന്ന 1 liter ഡിസ്റ്റിൽഡ് വാട്ടറിൽ ആസ് SiO2 അതാണ് നമ്മൾ ആ കേസിൽ STUവിന്റെ കേസിൽ. അപ്പൊ ഈ 2 കാര്യങ്ങൾ അതിന്റെ കൂടുതൽ ഓർത്ത് വെക്കുക. അപ്പൊ ഇതില് നമ്മൾ എന്താണ് യൂഷ്വലി പറയാറുള്ള ആ ഒരു സെക്കൻഡ് വാല്യൂ, ആ ഒരു CFR വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ടർബിഡിറ്റിന്റെ കേസിൽ ഈ ഒരു കംപ്ലീറ്റ് ടേബിള് പറ്റിയാൽ നിങ്ങൾ ഫുള്ള് പഠിച്ചു വെക്കുക. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഷുവറായിട്ടും വരും. ചിലപ്പോൾ 1-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു 1-2 മാർക്ക് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും ഈ ഒരു ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇതില് കളറിന്റെ കേസിൽ നമ്മൾ എന്താണ് ആക്സെപ്റ്റബിൾ പറയുന്നത് 5 ആണ്. അതുപോലെ എന്താണ് ആ ഒരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത് 15 ആണ്. അതുപോലെ PH ആണെങ്കിൽ 6.5 to 8.4. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ്. PHന്റെ ആ ഒരു റേഞ്ച് എന്ന് ചോദിച്ചാൽ 6.5 to 8.5. ടർബിഡിറ്റി ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നത്. എത്രയാണ് 1 ആണ് നമ്മൾ പറയുന്ന ഒരു ആക്സെപ്റ്റ് 1NTU ആണ് നമ്മൾ പറയുന്ന ആ ഒരു ആക്സെപ്റ്റബിൾ ലിമിറ്റ്. നെഫ്ലോ ടെർബിഡി യൂണിറ്റ്, നെഫ്ലോ മീറ്റർ വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു വാല്യൂ. അതുപോലെ ജാക്സൺ സ്റ്റർബിഡി മീറ്റർ ഉണ്ട്, ജാക്സൺ സ്റ്റർബിഡി റോഡ് ഉണ്ട് അല്ലെ. അതുപോലെ നമുക്ക് ബെയിലി സ്റ്റർബിഡി മീറ്റർ ഉണ്ട്.
ജാക്സൺ സ്റ്റർബഡിമീറ്ററിന്റെ കേസ് എന്താണ്? ജാക്സൺ സ്റ്റർബഡിമീറ്റർ ഉണ്ട്. ജാക്സൺസിന്റെ രണ്ട് സാധനം, ഒന്ന് റോഡ് ഉണ്ട്, ജാക്സൺ സ്റ്റർബഡി റോഡ് ഉണ്ട്. അതുപോലെ എന്താണ് നമുക്ക് ആ ഒരു ജാക്സൺ സ്റ്റർബഡി മീറ്റർ ഉണ്ട്. അതുപോലെ നമ്മൾ പിന്നെ പറഞ്ഞ സാധനമാണ് ബെയ്ലി സ്റ്റർബഡി മീറ്റർ. നമ്മൾ പഠിക്കാറുള്ള ആ ഒരു സാധനം അതാണ് ആ ഒരു ബെയ്ലി സ്റ്റർബഡി മീറ്റർ. സോ ബെയ്ലി സ്റ്റർബഡി മീറ്റർ. അപ്പൊ ഈ കേസിൽ ജാക്സൺ സ്റ്റർബഡി റോഡാണ് യൂഷ്വലി നമ്മൾ ഫീൽഡ് മെഷർമെന്റ്സിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ ജാക്സൺ സ്റ്റർബഡി മീറ്റർ നമ്മൾ യൂഷ്വലി എന്താണ് ഹയർ വാല്യൂസ്, അതായത് അത്യാവശ്യം ഒരു ഹയർ വാല്യൂസ് ഓഫ് ടെർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ജാക്സൺ സ്റ്റർബഡി മീറ്റർ ആണ്. ബെയ്ലീസിന്റെ കേസിൽ ആ ലോവർ വാല്യൂസ് ആണ്, ചെറിയ ചെറിയ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യാൻ, ആ ഒരു ഏറ്റവും ലീസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു മെഷർമെന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ആ ഒരു ബെയ്ലി സ്റ്റർബഡി മീറ്റർ. അപ്പൊ ഈ ഒരു കേസ് ഓർത്ത് വെക്കുക. അതുപോലെ ബെയ്ലീസിന്റെ കേസിൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ആ ഒരു നെഫ്ലോ ടെർബഡിമീറ്ററിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ലൈറ്റ് സ്കാറ്ററിംഗ് ആണ് അല്ലെ. ബാക്കിയൊക്കെ നമ്മൾ ബേസിക്കലി ലൈറ്റ് അബ്സോർപ്ഷൻ ആണ്. ആ ഒരു നെഫ്ലോ ടെർബഡിമീറ്ററിന്റെ കേസിലാണ് ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ടെർബഡിമീറ്റർ. അപ്പൊ അതും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി ഈ ഒരു കംപ്ലീറ്റ് അല്ല, ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നത്, നിങ്ങൾ എല്ലാം തന്നെ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് ഓർത്തെടുക്കുക. സോ TDSന്റെ കേസിൽ 500 2000 ആണ്. കാൽഷ്യത്തിന്റെ കേസിൽ 75 and 200. ഇത് SSCക്കും അതുപോലെ പല എക്സാംസിനും ചോദിച്ചു കണ്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് മേ ബി അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുക അല്ലെ. സോ കാൽഷ്യത്തിന്റെ കേസിൽ 75 and 200. പിന്നെ ക്ലോറൈഡ്സിന്റെ കേസ് 250 to 1000. അതുപോലെ ഫ്രീ റെസിജ്വൽ ക്ലോറിന്റെ കേസിൽ 0.2 1 ആണ്. അത് തന്നെ ക്ലോറമൈൻസ് ആയിട്ടാണെങ്കിൽ ആ കേസിൽ എത്രയാണ്? ക്ലോറമൈൻസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ആക്സെപ്റ്റബിൾ ലിമിറ്റ് 4 ആണ്. അതുപോലെ നോ റിലാക്സേഷൻ, അതിനേക്കാളും കൂടുതൽ ആവാൻ പാടില്ല, റൈറ്റ്. അതുപോലെ സൾഫേറ്റ്സിന്റെ കേസിൽ 200 400. ടോട്ടൽ ആൽക്കലിനിറ്റിന്റെ വാല്യൂ എത്രയാണ്? 200 600 ആണ്. അതുപോലെ ടോട്ടൽ ഹാർഡ്നെസ് ആണെങ്കിലും സെയിം വാല്യൂ ആണ്, 200 600 അല്ലെ. അത് ഈക്വലൻസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്കെയിലാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള കുറെ ചെറിയ ചെറിയ വാല്യൂസ്, ഫ്ലൂറൈഡ്സിന്റെ കേസിൽ നമ്മൾ ഈ രണ്ട് വാല്യൂസ്, അത് റേഞ്ച് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1 കുറയാനും പാടില്ല, 1.5 മേലിലോട്ടേക്ക് പോകാനും പാടില്ല. 1 കുറവാണെങ്കിൽ എന്താണ്? ടൂത്ത് കാവിറ്റീസ് വരും, ടീത്തില് കാവിറ്റീസ് വരും. അതുപോലെ എന്താണ്? 1.5 മേലിലോട്ടേക്ക് പോയാൽ ടീത്ത് മോട്ടിലിങ് വരും. അതുപോലെ എന്താണ്? ബോൺ ഫ്ലൂറോസിസ്, അതുപോലെ ആ ഒരു ബോൺ ഫ്ലൂറോസിസ് വരുന്നുണ്ട്. മാംഗനീസിന്റെ കേസ് 0.1 0.3 ആണ്. അയണിന്റെ കേസിൽ 0.3 ആണ്, നോ റിലാക്സേഷൻ. ആ രണ്ട് കാര്യം കൂടി മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്ത് PSC ചോദിച്ചിട്ടുണ്ട്. അതായത് മാംഗനീസ് ആൻഡ് അയണിന്റെ കേസ് ആ ഒരു മാക്സിമം ലിമിറ്റ് അല്ലെ. അപ്പൊ ആ കേസിൽ 0.3 വരും. സയനൈഡ് 0.05, ടോട്ടൽ ക്രോമിയം 0.05, ലെഡ് 0.01 ആണ്. ടോട്ടൽ ആർസെനിക് 0.01 ആണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പല പല എക്സാംസിൽ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുള്ള ഒരു കേസാണ്. ലെഡിന്റെ കേസ് നമ്മുടെ PCB തന്നെ കഴിഞ്ഞ ആ ഒരു 2022 നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലെഡിന്റെ ആ ഒരു ലിമിറ്റ് എന്താണ് ആസ് പെർ നമ്മുടെ IS 10/5/2012, അത് 0.01. അതുപോലെ ഈ ഫിനോളിക് കോമ്പൗണ്ട്സിന്റെ വാല്യൂ എന്താണ്? 0.01. നമ്മുടെ PSC കഴിഞ്ഞ ആ ഒരു 5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ്. മെർക്കുറിന്റെ കേസിൽ ഓർത്ത് വെക്കുക, ആ ഒരു സെയിം വാല്യൂ കിട്ടും. പിന്നെ ഈ പറയുന്ന അമോണിയ, അതുപോലെ ഓർഗാനിക് അമോണിയ, അതുപോലെ നൈട്രേറ്റ്സ്, അതുപോലെ നൈട്രൈറ്റ്സ്, ഇത് നമ്മൾ ബേസിക്കലി ആ ഒരു നൈട്രജൻ കോമ്പൗണ്ട്സിന്റെ കേസിൽ പറയുന്നതാണ്. അപ്പൊ അതിൽ മെയിൻലി എന്താണ്? ഈ പറയുന്ന നൈട്രൈറ്റ്സിന്റെ വാല്യൂ ഇൻ ഡ്രിങ്കിങ് വാട്ടർ ചോദിച്ചിട്ടുണ്ട് 0. അത് ഉണ്ടാവാൻ പാടില്ല. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്റ്റീവ് ഡീകമ്പോസിഷൻ ആണ്. അവിടെ ഓട്ടോമാറ്റിക്കലി എന്താണ്? ആ ഒരു ഓർഗാനിക് മാറ്ററിനെ നമ്മുടെ ആ മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ ഒരു നൈട്രൈറ്റ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ കാണിച്ചു തരിക. അപ്പൊ അതിന്റെ അർത്ഥം ഹാംഫുൾ ആയിട്ടുള്ള പാത്തോജൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള വാട്ടറാണ്, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് അത് കുടിച്ചാൽ ആൾ തട്ടിപ്പോകാനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കുക. നൈട്രേറ്റ്സിന്റെ കേസിൽ എത്രയാണ്? 45 mg/L അല്ലെങ്കിൽ 45 ppm ആണ് നമ്മൾ പറയുന്ന ആ ഒരു ലിമിറ്റ്. അതിനേക്കാളും കൂടിയാലാണ് നമ്മൾ പറയുന്ന ഡിസീസ് ബ്ലൂ ബേബി സിൻഡ്രം അല്ലെങ്കിൽ മെത്തമോഗ്ലോബിനിമിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത്രയും കാര്യം ഈ ഒരു ടേബിള് കംപ്ലീറ്റ്ലി പഠിച്ചു വെക്കാൻ പറ്റിയാൽ പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും മേ ബി ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, 2 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു 2 മാർക്ക് എന്തായാലും നിങ്ങൾ ഉറപ്പാക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ഈ പറയുന്ന അല്ലെ ആ ഒരു ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിന്റെ കെമിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സും ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സും ആണ് നമ്മൾ ആ ടേബിളിൽ കാണുന്നത്. ഇനി ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതായത് അതിൻ്റെ അകത്തുള്ള ആ ഒരു ഓർഗാനിസംസ് അല്ലെ, നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള പാത്തോജൻസ് ആണ് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ്. ആ പാത്തോജൻസിനെ ഡിറ്റർമിൻ ചെയ്യാണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോളിഫോംസിനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. കോളിഫോംസ് ഹാംഫുൾ അല്ല, പക്ഷെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീസ് ആർ കോൾഡ് ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ്. ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ആണ് നമ്മൾ ഈ പറയുന്ന കോളിഫോംസ്. അതായത് അത് പ്രശ്നക്കാരല്ല, പക്ഷെ അവര് അല്ലെ നമ്മൾ ഓൾറെഡി അവിടെ ഒരു ഓർഗാനിസംസ് ഒക്കെ കാര്യമായിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
അവിടെ ബാക്കിയുള്ള ആൾക്കാരനും ജീവിച്ച് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ കോളിഫോംസിന്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ബാക്കിയുള്ള ആൾക്കാർ, നമുക്ക് പ്രശ്നമുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ആണ് പറയുക, ബാക്കിയുള്ള ആൾക്കാരുടെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്ന ഒരു ഓർഗാനിസംസ്. സോ അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എഗെയിൻ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ക്വസ്റ്റ്യൻസ് വന്ന IAS അടക്കം ചോദിച്ചുള്ള ഒരു കാര്യമാണ്. കോളിഫോംസിന്റെ കേസിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രാം നെഗറ്റീവ് ആണ്. ദിസ് ഈസ് ഗ്രാം നെഗറ്റീവ് ആണ്. അതായത് അതിന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മളൊരു വയലറ്റ് പിഗ്മെന്റേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആയാലും പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനത്തെ ഒരു പിഗ്മെന്റേഷൻ കാണിക്കാത്ത ആളായതുകൊണ്ടാണ് നമ്മൾ അതിന് ഗ്രാം നെഗറ്റീവ് എന്ന് പറയാം. അതുപോലെ ബാസിലൈ എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്ഡ് ആണ്. സോ ഇത് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസ് ആണ്. സോ ഗ്രാം നെഗറ്റീവും ബാസിലയും ആണ് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം. അതുപോലെ ആ ഒരു കൊക്കി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കൊക്കി എന്താണെന്ന് ചോദിച്ചാൽ യൂഷ്വലി നമ്മൾ സ്പെരിക്കൽ ഷേപ്ഡ് ഓർഗാനിസം ആണ് ഈ ഒരു കൊക്കൈ എന്ന് പറയാം. അത് ഓർത്ത് വെക്കാൻ നമ്മളൊരു പരിപാടി പഠിക്കുന്നില്ല. ബാസിലൈന്റെ കേസ് 2 എല്ലും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തല്ല, ഏകദേശം ഒരു വടി പോലെ, ഈ ഒരു പെണ്ണ് പോലെ അല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ആള്. അതേസമയത്ത് കൊക്കീന്റെ കേസ് നോക്കി എല്ലാം തന്നെ എന്താണ് സ്പെരിക്കൽ ആയിട്ടുള്ള ആ ഒരു ലെറ്റേഴ്സ് ആണ് അല്ലെ. സോ COCCI എന്ന് പറയുന്നത് ആ ഏകദേശം എല്ലാം തന്നെ ആ ഒരു സ്പെരിക്കൽ ലെറ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ആരെയും നിങ്ങൾ അത് ഓർത്ത് വെച്ചാൽ അത് സ്പെരിക്കൽ. ഇൻ കേസ് ആ കൊക്കി എന്ന് പറയുന്ന ഓർഗാനിസത്തിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്പെരിക്കൽ. അപ്പൊ ഇതിന്റെ കേസിൽ എന്താണ് ഗ്രാം നെഗറ്റീവ് ബാസിലൈ ആണ്. ഗ്രാം നെഗറ്റീവ് ബാസിലൈ ആണ് കോളിഫോംസ്. കോളിഫോംസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഏതൊക്കെയോ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താണ് നോൺ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആയിട്ടാണ് ഈ പറയുന്ന എന്താണ് കോളിഫോംസ്, അതായത് അതിന്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിളിന്റെ ആ ഒരു ഭാഗമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് നോൺ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ആ ഒരു ഓർഗാനിസംസ്. അപ്പൊ ഇത്രയും കാര്യം അറിഞ്ഞു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 നമ്മുടെ ഏതാണ് PWD ഇറിഗേഷൻ 2023 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ഏകദേശം അതിനകത്ത് ഒരുപാട് കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടിന്യൂസ് ഫ്ലോ സെറ്റിലിംഗ് ടാങ്ക് ഹാസ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. ജസ്റ്റ് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ അല്ലേ ഒരു വിജൃംഭിച്ച ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷെ അതിന്റെ ആ ഒരു ഐഡിയ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ രീതിയിൽ പഠിപ്പിക്കുന്നതിന്റെ കാരണം അതാണ്. ആ ഒരു ഐഡിയാസ് നമുക്ക് ക്ലിയർ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്താണ് അവിടെ ഉദ്ദേശിച്ചത്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ച കാര്യം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുക അല്ലെ, ആ ഒരു കാര്യം നമുക്ക് അവിടുന്ന് കിട്ടണം. എന്താണ് കണ്ടിന്യൂസ് ഫ്ലോ സെറ്റിലിംഗ് ടാങ്ക് ഹാസ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. സോ ലെങ്ത് ഓഫ് ദ സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്നത്, സോ ആ സെറ്റിലിംഗ് ടാങ്ക് നമ്മൾ അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സെറ്റിലിംഗ് ടാങ്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ എത്രയാണ്, L ആണെന്ന് പറഞ്ഞു. അതുപോലെ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദ സെറ്റിലിംഗ് സോൺ എന്ന് പറഞ്ഞ എന്താണ്, H ആണെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ് ഹൊറിസോണ്ടൽ ഫ്ലോ വെലോസിറ്റി V ആണല്ലേ, ഹൊറിസോണ്ടൽ ഫ്ലോ വെലോസിറ്റി V ആണ്. അതുപോലെ സെറ്റിലിംഗ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ VS ആണ്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കി, അതായത് ഈ ഒരു പാർട്ടിക്കിൾ അല്ലെ, ഈ ഒരു പാർട്ടിക്കിൾ ഇതിലേക്ക് നമ്മൾ വാട്ടർ എങ്ങോട്ടേക്ക് നിറയ്ക്കുകയാണല്ലേ, വാട്ടർ ആ ഒരു സെറ്റിലിംഗ് ടാങ്കിലേക്ക് ഫില്ല് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഒരു പാർട്ടിക്കിൾ ഇതിലേക്ക് കയറി വരുന്ന ഒരു സിറ്റുവേഷൻ, ആ പാർട്ടിക്കിൾ ആ വാട്ടർ മുന്നോട്ടേക്ക് മൂവ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് അത് മുന്നോട്ടേക്ക് മൂവ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെ. അപ്പൊ എപ്പോഴാണ് ആ ഒരു പാർട്ടിക്കിൾ സെറ്റിൽ ആവാന്ന് ചോദിച്ചാൽ നമ്മൾ എക്സാക്ട്ലി പറയുന്നത് ആ ഒരു സ്ലെഡ്ജ് അല്ലെ, ആ ഒരു സ്ലെഡ്ജ് സോണിന്റെ താഴെ ഉണ്ടാവും. ആ സ്ലെഡ്ജ് സോൺ വരെ ഈ പാർട്ടിക്കിള് ആ എക്സിറ്റിന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ താഴെ എത്തുകയാണെങ്കിലാണ് നമ്മൾ ബേസിക്കലി ആ പാർട്ടിക്കിൾ സെറ്റിൽ ആയി എന്ന് പറയാം. ആ സ്ലെഡ്ജ് സോണിന്റെ അകത്തെത്തിയാൽ മതി. അതിന്റെ ജസ്റ്റ് മേളിലാണെങ്കിൽ പോലും മിക്കവാറും ആ പാർട്ടികൾ അവിടെ നിന്ന് പുറത്തു പോകാനുള്ള ഒരു ചാൻസ് ആണ് കൂടുതലെന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ആ സ്ലെഡ്ജ് സോണിലെത്തുന്ന പാർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സെറ്റിൽഡ് ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഐഡിയ മാത്രം മതി. അതായത് നമ്മൾ പറയുന്നല്ലേ ഡിറ്റൻഷൻ ടൈം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സെറ്റിലിംഗ് ടൈം, തൽക്കാലം ഞാൻ ആ സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നു. സോ സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്ന ആ ഒരു വാല്യൂ, അതായത് ആ പാർട്ടിക്കിളിനെ സെറ്റിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ടൈം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് സെറ്റിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെ, നമ്മൾ പണ്ട് പഠിക്കുന്ന ആ ഒരു വെലോസിറ്റി ഡിസ്റ്റൻസ് ടൈമിന്റെ ആ ഒരു റിലേഷൻ ആലോചിച്ചാൽ മതി. എന്തായിരുന്നു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, റൈറ്റ്. ഇനി ഫസ്റ്റ് നമുക്ക് ആ ഒരു സെറ്റിലിംഗിന്റെ കേസിന് ആലോചിച്ച് നോക്കാം. സെറ്റിലിംഗ് വെലോസിറ്റിന്റെ വാല്യൂ VS ആണെന്ന് പറഞ്ഞു അല്ലെ, സെറ്റിലിംഗ് വെലോസിറ്റിന്റെ വാല്യൂ VS ആണെന്ന് പറഞ്ഞു. ആ സെറ്റിലിംഗ് വെലോസിറ്റി കാരണം അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾ സെറ്റിൽ ആവാൻ വേണ്ടി അത് ട്രാവൽ ചെയ്യേണ്ട ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അല്ലെ, ട്രാവൽ ചെയ്യുന്ന ആ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സെറ്റിലിംഗ് വെലോസിറ്റിയാണ്. ആ സെറ്റിലിംഗ് മൂവ്മെന്റിന്റെ ഇടയിൽ ആ പാർട്ടിക്കിൾ സെറ്റിൽ ആവുന്ന ആ ഒരു സ്പീഡ് അത് എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു സെറ്റിലിംഗ് വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഒരു ഡിസ്റ്റൻസ് ഓഫ് സെറ്റിലിംഗ് എത്രയാണ്, ആ കേസിൽ ആ ഒരു ഹൈറ്റ് ഓഫ് ലിക്വിഡ്, സോ അത് H വരും ബൈ ആ ഒരു സെറ്റിലിംഗ് ടൈം അല്ലെ, ഞാൻ തൽക്കാലം അത് TS എന്ന് എഴുതി.
അപ്പൊ ഈ സെറ്റിലിംഗ് ടൈം നോക്കിയേ, സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് h/vs വരും. സോ തൽക്കാലം ഞാൻ ഇതിനെ ആ ഒരു ഇക്വേഷൻ നമ്പർ 1 ആക്കി മാറ്റി. സോ സെറ്റിൽ ചെയ്യാൻ അല്ലെ ഒരാള് ഈ ഒരു പോയിന്റ് എന്ന് ഈ ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു, ഡിസ്റ്റൻസ് മൂവ് ചെയ്തു ഇൻ ടൈം t ആണെങ്കിൽ ആ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഈ കേസിൽ ആ ഒരു മൂവ്മെന്റ് കംപ്ലീറ്റ്ലി ആ സെറ്റിലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് vs എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ആ പാർട്ടിക്കിളിന് ഒരാളായിട്ട് കൺസിഡർ ചെയ്യുക. സോ അതിന്റെ ആ ഡിസ്റ്റൻസ് ട്രാവൽഡ് h ആയിരിക്കണം. ആ സമയത്ത് ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സമയമാണ് നമ്മൾ ആ ഒരു സെറ്റിലിംഗ് ടൈം ts എന്ന് എഴുതിയത്. അപ്പൊ ts വിൽ ബി ഈക്വൽ ടു h/vs. ഇനി ഇതിന്റെ ബേസിസിൽ എന്താണ് നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു സെയിം സാധനം. സോ നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഫ്രണ്ടിലോട്ടേക്ക് അല്ലെ മുന്നിലോട്ടേക്കുള്ള മൂവ്മെന്റ്. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റി v ആണ്. അതുപോലെ എന്താണ് ലെങ്ത് ഓഫ് ദ ടാങ്ക് L ആണെങ്കിൽ സോ ഈ കേസിൽ എന്താണ് ഡിറ്റൻഷൻ ടൈം അല്ലെ. ആ ഒരു പാർട്ടിക്കിള് നമ്മുടെ ആ ഒരു ഇൻലെറ്റിലേക്ക് കൂടെ കയറി ഔട്ട്ലെറ്റിലേക്ക് കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. സോ ഡിറ്റൻഷൻ ടൈമിന്റെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റൻഷൻ ടൈമിന്റെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ദിസ് വിൽ ബി ഈക്വൽ ടു L/v എന്ന് വരും. നമ്മൾ ആ നേരത്തെ പറഞ്ഞ അതേ ആ ഒരു ഇക്വേഷന്റെ ബേസിൽ L/v എന്ന് വന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതായത് ഞാൻ 2 എക്സാമ്പിൾസ് എടുക്കാം. ഡിറ്റൻഷൻ ടൈമിന്റെ വാല്യൂ ഒരു 10 മിനിറ്റ് ആണ്, ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ എടുത്ത് 10 മിനിറ്റ് ആണ്. അതുപോലെ ആ ഒരു സെറ്റിലിംഗ് ടൈമിന്റെ വാല്യൂ 5 മിനിറ്റ്സ് ആണെങ്കിൽ അല്ലെ, സെറ്റിലിംഗ് ടൈമിന്റെ വാല്യൂ 5 മിനിറ്റ്സും ഡിറ്റൻഷൻ ടൈമിന്റെ വാല്യൂ 10 മിനിറ്റ്സും ആണെങ്കിൽ ആ കേസ് ആലോചിച്ച് നോക്കി. അതായത് ആ ഒരു ടാങ്കിന്റെ അകത്ത് ഈ ഒരു പാർട്ടിക്കിൾ, ഈ ഒരു വാട്ടറിന്റെ ഡ്രോപ്ലെറ്റ് ഇവിടെ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ 5 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ആ പാർട്ടിക്കിൾ അവിടെ സെറ്റിലായി, റൈറ്റ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ അവിടെ സെറ്റിൽമെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, എന്താണ് സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്, റൈറ്റ്. സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ എന്താണ് നമ്മുടെ ആ ഒരു ഡിറ്റൻഷൻ ടൈം ആയിരിക്കണം. അങ്ങനെയാണ് ആ ഒരു പാർട്ടിക്കിള് സെറ്റിൽ ആവുക. സോ ഈ ഒരു സിറ്റുവേഷനിലാണ് പാർട്ടിക്കിള് സെറ്റിൽ ആവുന്നത്. സോ ജസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എഴുതി കൊടുക്കുക. ലെങ്ത് ബൈ v is equal, horizontal flow will be എന്താണ് greater than h/vs അല്ലെ, will be greater than h/vs വരും. സോ ഏതാണ് വരിക, h/vs, L/v ആണ് ഗ്രേറ്റർ, L/v is greater than h/vs അല്ലെ. സോ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഈ ഒരു ഐഡിയ ഒന്ന് ഓർത്ത് വെക്കുക, ആ ഒരു കംപ്ലീറ്റ് ഐഡിയ. അതുപോലെ ഇവിടെ നമ്മൾ പറയുന്ന വാല്യൂസ് എന്താണ്, ഡിറ്റൻഷൻ ടൈമിന്റെ വാല്യൂ യൂഷ്വലി നമ്മൾ പ്ലെയിൻ സെഡിമെന്റേഷന്റെ കേസിൽ എത്രയാണ് 4 to 8 hours പറയുന്നു. അതുപോലെ എന്താണ് കൊയാഗുലേഷൻ എയ്ഡഡ് സെഡിമെന്റേഷൻ അല്ലെ, കൊയാഗുലേഷൻ എയ്ഡഡ് സെഡിമെന്റേഷന്റെ കേസിലാണെങ്കിൽ ഡിറ്റൻഷൻ ടൈമിന്റെ വാല്യൂ ഇസ് 2 to 4 hours, നേരെ പകുതിയാണ്. അതായത് അത് കുറച്ചും കൂടി ലാർജർ കൊയാഗുലേഷൻ വഴി ലാർജർ പാർട്ടിക്കിൾസ് ഉണ്ടായി മാറുന്നതുകൊണ്ട് അവിടെ പെട്ടെന്ന് തന്നെ ആ ഒരു പാർട്ടിക്കിൾ സെറ്റിൽ ആവുന്നു അല്ലെ. അതാണ് നമ്മൾ പറയുന്ന ഒരു ഐഡിയ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ 4 അല്ലേ, നമ്മള് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാം. Zeta potential which is used in diffused double layer theory is defined as. സോ സീറ്റ പൊട്ടൻഷ്യലിന്റെ കേസ്, സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി എന്താണ്, ഇതൊക്കെ നമ്മൾ വരുന്ന ഒരു കുറച്ചും കൂടി ഒരു ഹയർ ലെവലായിട്ട് ടോപ്പിക്സ് ആണ്, നമുക്ക് PCയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. സോ യൂഷ്വലി നമ്മൾ ഒരു ടാങ്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അല്ലെ വാട്ടർ പാർട്ടിക്കിൾസ്, വാട്ടർ ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ പറഞ്ഞല്ലേ, ഞാൻ ആ ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്ത് വാട്ടർ മോളിക്യൂൾസ് എന്ന് വിചാരിക്കുക, ആ ഒരു യെല്ലോ കൊണ്ട് മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസ്. സോ കൊളോയിഡൽ പാർട്ടിക്കിൾസിനൊക്കെ എന്താണ് ആ ഒരു ചാർജ് ഉണ്ട് അല്ലെ, കൊളോയിഡൽ പാർട്ടിക്കിൾസിനൊക്കെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇതിൽ ഒരു ഒറ്റ പാർട്ടിക്കിളായിട്ട് നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ അതിന്റെ പുറത്തും എന്താണ് ഒരു ഡബിൾ ഡിഫ്യൂസ്ഡ് നെഗറ്റീവ് ലെയർ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ഡബിൾ ഡിഫ്യൂസ്ഡ് നെഗറ്റീവ് ലെയറിന്റെ ആ ഒരു ചാർജ് എന്ന് പറയുന്നത് Q ആണ്, അതുപോലെ തിക്നെസ് ഡെൽറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് എന്താണ് ആ ഒരു റിപ്പൾഷൻ, ആ ഒരു നെഗറ്റീവ് ചാർജസ് ആണുള്ള റിപ്പൾഷൻ കാണില്ല, അതും കൂടി അറിഞ്ഞു വെക്കുക. അതായത് ഈ ഓരോ പാർട്ടിക്കിൾസിന്റെ അകത്തും ആ ഒരു റിപ്പൾസീവ് ഫോഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഓരോ പാർട്ടിക്കിൾസിന്റെ മേളിലും ആ ഒരു റിപ്പൾസീവ് ഫോഴ്സ് വരുന്നുണ്ട്. ആ റിപ്പൾഷൻ കാരണം അല്ലെ, അട്രാക്ഷൻ എല്ലാവരും കൂടി ചേർന്നിട്ട് അവസാനം അത് പാർട്ടിക്കിൾ വലുതായിട്ട് സെറ്റിൽ ആവും. ആ റിപ്പൾഷൻ കാരണം എല്ലാവരും അങ്ങോട്ട് നിൽക്കണം അങ്ങോട്ടും തള്ളുന്നതുകൊണ്ടാണ് ആരും ഒരുമിച്ച് ചേർന്നിട്ട് ആ ഒരു ലാർജർ പാർട്ടിക്കിളായിട്ട് അത് സെറ്റിൽ ആവാത്തത്, റൈറ്റ്. അപ്പൊ ആ സീറ്റ പൊട്ടൻഷ്യൽ ആണ് ബേസിക്കലി ആ കൊളോയിഡ്സിനെ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിർത്തുക. ചിലപ്പോൾ അതൊക്കെ ക്വസ്റ്റൻ ആയിട്ട് വരാം. ആ സീറ്റ പൊട്ടൻഷ്യൽ ആണ് ബേസിക്കലി ഈ പറയുന്ന എന്താണ് ആ ഒരു നെഗറ്റീവ് ചാർജ്, അത് കാരണം ഉണ്ടാകുന്ന ആ സീറ്റ പൊട്ടൻഷ്യൽ ആണ് ആ പാർട്ടിക്കിൾസിനെ സസ്പെൻഷനിൽ സ്റ്റേബിൾ ആയിട്ട് എന്താണ് സസ്പെൻഡഡ് ആയിട്ട് നിർത്തുന്നത് അല്ലെ, അത് സെറ്റിൽ ആവാണ്ട് അവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യലിന്റെ ആ ഒരു വാല്യൂ ആണ് നമ്മൾ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് 4π ΔQ/D. അതില്
ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്. ക്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു നെഗറ്റീവ് ചാർജ് ആണ്. അതുപോലെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു തിക്നെസ് ഓഫ് ദ ലെയർ ആണ്. തിക്നെസ് ഓഫ് ഡബിൾ ലെയർ, ആ ഒരു ഡബിൾ ഡിഫ്യൂസ്ഡ് ലെയർ ആണ്. സോ ചാർജർ ലെയർ ആണ്. അതുപോലെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഡി ഇസ് ദ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. സോ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇതൊക്കെ പല രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യപ്പെടാം. അപ്പോൾ യൂഷ്വലി നമ്മൾ കൊയാഗുലൻസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെ, കൊയാഗുലൻസിന്റെ അകത്തുള്ള ആ ഒരു പോസിറ്റീവ് കാറ്റോൺസ് ഒക്കെ ഈ പറയുന്ന നെഗറ്റീവ് ചാർജിനൊക്കെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇതെന്താണ്? ചാർജ് ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു. ആ നെഗറ്റീവ് ചാർജ് റെഡ്യൂസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന സീറ്റാ പൊട്ടൻഷ്യൽ വാല്യൂ റെഡ്യൂസ് ആവുന്നു. ആ സീറ്റാ പൊട്ടൻഷ്യൽ വാല്യൂ റെഡ്യൂസ് ആകുമ്പോഴാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ആ ഒരു വാൻഡർ വാൽസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ആ ലാർജർ പാർട്ടിക്കിൾസ് ആയിട്ട് ഫ്ലോക്സ് ആയി മാറിയിട്ട് അത് സെറ്റിൽ ആവുന്നത്. അതാണ് അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ്. സോ അറിഞ്ഞു വെക്കുക 4π ഡെൽറ്റ ക്യൂ ബൈ ക്യാപിറ്റൽ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ആലം കൊയാഗുലേഷൻ. അപ്പൊ ആ ഒരു കൊയാഗുലേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്തതായിട്ട് പറയുന്ന ഒരു സാധനമാണ് ഈ ഒരു ആലം കൊയാഗുലേഷൻ. സോ ആലം കൊയാഗുലേഷന്റെ കേസിൽ ഞാൻ ആ ഒരു എൻ പ്രൊഡക്റ്റ് ആലം അല്ലെ, ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രേറ്റഡ് അലൂമിനിയം സൾഫേറ്റ്. അതിന്റെ ആ ഒരു കെമിക്കൽ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ആലം എന്ന് പറഞ്ഞാൽ Al2SO4 ത്രൈസ് 18H2. ഇതാണ് നമ്മൾ ആലം എന്ന് പറയാം. സോ ആലത്തിന്റെ ആ ഒരു കെമിക്കൽ ഫോർമുല ഇൻ കേസ് എവിടെയെങ്കിലും ക്വസ്റ്റനിൽ വരികയാണെങ്കിൽ അറിഞ്ഞു വെക്കുക. Al2SO4 ത്രൈസ് 18H2 അല്ലെ. ഇനി ഇതിന്റെ ബേസിസിൽ നമ്മൾ പറയുന്നത് എന്താണ്? ആ ഒരു വിത്ത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് CO2 പ്ലസ് AlOH ത്രൈസ് പ്ലസ് CaSO4 പ്ലസ് H2. ഇതൊക്കെയാണ് മെയിൻലി അവിടെ ഉണ്ടാകുന്ന ആ ഒരു കമ്പണൻസ്. അപ്പൊ ഇതില് CO2 എന്ന് പറയുന്ന ആള്, CO2 എന്നാണ് കാർബോണിക് അസിഡിറ്റി കോസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അസിഡിറ്റി കോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കുന്നു? pH വാല്യൂ ഡിക്രീസ് ആവും അല്ലെ. pH വാല്യൂ ഡിക്രീസ് ആവുന്നു. അത് ഇതാണ് നമ്മൾ അവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരുന്ന ആ ഒരു സാധനം, ആ ഒരു കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന അല്ലെ, ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഫ്ലോക്ക്. സോ ഫ്ലോക്ക് എന്താന്ന് ചോദിച്ചാല്, ഫ്ലോക്ക് ഏതാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആ ഒരു അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി കാൽഷ്യം സൾഫേറ്റ്, നമുക്കറിയാം കാൽഷ്യം അല്ലെങ്കിൽ മാഗ്നീഷ്യം അല്ലെ, ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചാൽ മൾട്ടി വാലന്റ് കാറ്റയോൺസ് അതിൽ പെടുന്ന മെയിൻ ആയിട്ടുള്ള ആളാണ് ഈ ഒരു കാൽഷ്യം മെഗ്നീഷ്യം. സോ കാൽഷ്യം മെഗ്നീഷ്യം കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ആയിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവും. അതുപോലെ കാൽഷ്യം മെഗ്നീഷ്യം നമ്മുടെ എന്താണ്? ഈ പറയുന്ന സൾഫേറ്റ്സ്, ഫ്ലൂറൈഡ്സ്, അതുപോലെ ക്ലോറൈഡ്സ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ എന്തുണ്ടാവുന്നു? ആ ഒരു പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവും അല്ലെ. സോ കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് നോൺ കാർബണേറ്റ് ഹാർഡ്നെസിന്റെ, അതായത് പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് അവിടെ ബേസിക്കലി ഉണ്ടാവുന്ന ആ ഒരു ഐറ്റംസ്. സോ ആൽക്കലിനിറ്റിന്റെ കാരണം അല്ലെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഡിക്രീസ് ഇൻ ആൽക്കലിനിറ്റി ആണ്. അതായത് pH വാല്യൂ റെഡ്യൂസ് ആവുകയാൽ ആ ഒരു ആൽക്കലിനിറ്റി വാല്യൂ റെഡ്യൂസ് ആവാൻ അല്ലെ. അതുപോലെ എന്താണ്? ഫോർമേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് ഫ്ലോക്സ് ഉണ്ട്. സ്ലൈറ്റ് ഡിക്രീസ് ഇൻ pH ഓഫ് ട്രീറ്റ് അല്ല, അതാണ് ആ ഒരു ആൽക്കലിനിറ്റി റെഡ്യൂസ് ആവുകയാൽ അത് തന്നെയാണ് pH വാല്യൂ റെഡ്യൂസ് ആവുന്നത്. അതുപോലെ എന്താണ്? ഇൻക്രീസ് ഇൻ പെർമനന്റ് ഹാർഡ്നെസ്. ഇതെല്ലാം തന്നെ നമ്മൾ പറയുന്ന ഒരു ആലം എഡിഷൻ കാരണം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ ആൻസർ വരിക 1, 2, 3 ആൻഡ് 4 വരും. അതുപോലെ ജസ്റ്റ് അറിഞ്ഞു വെക്കുക 1 ഗ്രാം ഓഫ് ആലം ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫ്ലോക്സിന്റെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 0.254 grams ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫ്ലോക്സ് ആണ്. സോ ജസ്റ്റ് അറിഞ്ഞു നോക്കി, ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു 100 gram ഓഫ് ആലം നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ഗ്രാംസ് ഓഫ് എന്താണ് ആ ഒരു അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫ്ലോക്സ് ആണ് അവിടെ ഉണ്ടാവാന്ന് ചോദിച്ചാൽ ആ കേസിൽ ആ ഒരു 0.254 വെച്ചിട്ട് 0.234 ആണ് 0.234 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. സോ 100 into 0.234 പറഞ്ഞാൽ 23.4 grams ഓഫ് എന്താണ് ആ ഒരു ഫ്ലോക്സ് ആണ് അവിടെ ജനറേറ്റ് ആവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇതും പല സ്ഥലത്തും സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫോർ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് എഫക്റ്റീവ് സൈസ് ഓഫ് സാൻഡ് റേഞ്ചസ് ഫ്രം. സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെ കേസിൽ അല്ലെ, നമ്മൾ സ്ലോ സാൻഡ് ഫിൽറ്ററും അതുപോലെ ആ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് ആണ് മെയിൻലി പഠിക്കാനുള്ളത്. സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെ കേസിൽ നമ്മൾ പറയുന്നത് 0.2 to 0.35 millimeter ആണ് ആ ഒരു ഫിൽറ്റർ ബെഡിലെ സാൻഡിന്റെ പാർട്ടിക്കിൾ സൈസ്. അതേ സ്ഥലത്ത് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിന്റെ കേസിൽ 0.35 to 0.55 millimeters ആണ് നമ്മൾ പറയുന്ന ആ ഒരു പാർട്ടിക്കിൾ സൈസ് അല്ലെ. ഇനി ഈ കേസ് അതുപോലെ വേറെ എന്താണ്? ഗ്രാവൽ ബെഡ്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു ഗ്രാവൽ ബെഡിന്റെ കേസ്, ഇത് ഫിൽറ്റർ ബെഡ് ആണ്. അതുപോലെ ആ ഗ്രാവൽ ബെഡിന്റെ കേസിൽ ഇവിടെ എന്താണ് 3 millimeter മുതൽ 65 millimeter വരെയാണ് നമ്മൾ പറയുന്ന ആ ഒരു ഗ്രാവലിന്റെ ആ ഒരു പാർട്ടിക്കിൾ സൈസ്.
അതുപോലെ ഇവിടെ 3 മില്ലിമീറ്റർ മുതൽ 40 മില്ലിമീറ്റർ വരെയാണ് നമ്മൾ പറയുന്ന ആ ഒരു ഗ്രാവലിന്റെ പാർട്ടിക്കിൾ സൈസ്. ഇനി അവിടെ എന്താണ് ആ ഒരു റേറ്റ് ഓഫ് ഫിൽട്രേഷന്റെ വാല്യൂ അടുത്ത ഇമ്പോർട്ടന്റ് വാല്യൂ. ഇവിടെ 100 മുതൽ 200 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത് 30 ടൈംസ്, ആ ഒരു വാല്യൂ അടക്കം ചോദിച്ചിട്ടുണ്ട്. 30 ടൈംസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എത്രയാണ് 3000 മുതൽ 6000 വരെ ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ പറയുന്ന ആ ഒരു റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് ആ ഒരു ഫിൽട്രേഷന്റെ എഫിഷ്യൻസി ആണ്, അല്ലെങ്കിൽ ഫിൽട്രേഷന്റെ ആ ഒരു എഫിഷ്യൻസിന്റെ കേസിൽ ഇവിടെ 98 to 99% വരെ എഫിഷ്യൻസി ഉണ്ട്. ഈ കേസിൽ അത് 90% മാത്രമേ ഉള്ളൂ. അതുപോലെ അവിടെ വരുന്ന അടുത്ത സാധനം ക്ലീനിങ്ങിന്റെ കേസ്. ഈ കേസിൽ ക്ലീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ക്ലീനിങ്ങിന്റെ ആ ഒരു പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ സ്ലോ സാൻഡ് ഫിൽറ്ററിൽ നമ്മൾ ആ ടോപ്പ് ലെയർ റിമൂവ് ചെയ്യുന്നു. ആ ഒരു ടോപ്പ് ലെയർ റിമൂവ് ചെയ്യലാണ് ബേസിക്കലി അവിടെ നടക്കുന്ന ഒരു പ്രോസസ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനകത്ത് ബാക്ക് വാഷിംഗ് ആണ്. അതുപോലെ സ്മുട്സ് ഡക്ക് ലെയർ, ഈ ഒരു ഹയർ പാർട്ടിക്കൽ റിമൂവൽ എഫിഷ്യൻസി അവിടെ തരുന്നത്, അല്ലെങ്കിൽ ബാക്ടീരിയൽ റിമൂവൽ എഫിഷ്യൻസി അവിടെ തരുന്നത് ആ ഒരു സ്മുട്സ് ഡക്ക് ലെയർ അല്ലെങ്കിൽ ഡേർട്ടി സ്കിൻ എന്ന് പറയുന്ന ആ ഒരു ലെയർ ആണ്. അത് ഇവിടെ ഫോം ചെയ്യുന്ന ചോദിച്ചാൽ അത് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിലാണ് ഫോം ആവുക. അപ്പൊ ഇത്രയും കാര്യം അവിടെ പഠിച്ചു വെക്കുക, എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഏതാണ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഫോർകാസ്റ്റിംഗ് പോപ്പുലേഷൻ ഫോർ എൻ ഓൾഡ് ഡെവലപ്ഡ് ലാർജ് സിറ്റി. സോ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിന്റെ കേസിൽ നിങ്ങൾ ഒരു 2-3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞു വെക്കുക. നമ്മൾ ആ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിന്റെ അകത്ത് യൂഷ്വലി ഈ പറയുന്ന ഓൾഡ് ഡെവലപ്ഡ് ലാർജ് സിറ്റിന്റെ കേസിൽ നമ്മൾ പറയുന്നതാണ് അരിത്തമെറ്റിക്കൽ മീൻ മെത്തേഡാണ്. അതുപോലെ യങ് ആൻഡ് റാപ്പിഡ്ലി ഗ്രോയിങ് സിറ്റി ആണെങ്കിൽ ആ കേസിലാണ് നമ്മൾ ഈ പറയുന്ന ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ജോമെട്രിക്കൽ മീൻ മെത്തേഡ് നമ്മൾ പറയുന്നത്. സോ ഈ 2 കാര്യമാണ് മെയിൻലി വരുന്ന ഒരു ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് അറിഞ്ഞു വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് എംപ്ലോയീസ് ഫെറോയിൻ ഇൻഡിക്കേറ്റർ. സോ ഫെറോയിൻ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അമോണിയ നൈട്രജൻ, നൈട്രേറ്റ് നൈട്രജൻ, ഫ്ലൂറൈഡ്. സോ ഈ കേസിൽ അല്ലെ നമ്മൾ ആ ഒരു കെമിക്കൽ ഓക്സിജൻ CODന്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഒരു ഫെറോയിൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരുപാട് റിയേജൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ആ ഒരു കണ്ടന്റിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി അല്ലെ അതിന്റെ ആ ഒരു ഓക്സിജൻ ഡിമാൻഡാണ് നമ്മൾ പറയുന്ന ആ ഒരു കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെ. സോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കേസിൽ ഓക്സിഡേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. ദിസ് ഈസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പൊട്ടാസ്യം മോണോക്രോമേറ്റും ഒരു സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലോറൈഡ്സിന്റെ ഡിറ്റർമിനേഷന് മോർസ് മെത്തേഡ് അല്ലെ, ആ ഒരു മോർസ് മെത്തേഡിൽ എന്താണ് ക്ലോറൈഡ്സിന്റെ ഡിറ്റർമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരാളായിരുന്നു. അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ഒരു പൊട്ടാസ്യം മോണോക്രോമേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്രോമേറ്റ് K2CrO4. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് യൂസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന COD ഡിറ്റർമിനേഷൻ, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആ ഒരു ഡിറ്റർമിനേഷൻ ആണ്. അതുപോലെ ഇതിന് എന്താണ് ഒരു ആസിഡിക് മീഡിയം വേണം. ആസിഡിക് മീഡിയം ആവശ്യമായിട്ടുണ്ട്. ആ ആസിഡിക് മീഡിയത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. പിന്നെ ആ ഫെറോയിൻ ഇൻഡിക്കേറ്ററിന്റെ കേസ് ഓൾറെഡി പറഞ്ഞു. അതുപോലെ നമ്മൾ ടൈട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈട്രന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ്. അപ്പൊ ഈ പറയുന്ന ആൾക്കാരെ ഒക്കെ തന്നെ നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9 പോപ്പുലേഷൻ ഇക്വലന്റ് ഈസ് എ മെഷർ ഓഫ്. പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ആ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ അല്ലെ, സേ നമ്മൾ ഒരു ലാർജ് കമ്മ്യൂണിറ്റി എടുക്കുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഈ റെസിഡൻഷ്യൽ ഏരിയാസ് വരാം, അതുപോലെ ആ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയാസ് വരാം അല്ലെ. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയാസിന്റെ അകത്ത് നിന്ന് വരുന്ന ആ ഒരു വേസ്റ്റ് സീവേജ്, ആ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ നിന്ന് വരുന്ന ആ ഒരു വേസ്റ്റ് സീവേജ് അല്ലെ, ആ ഒരു വേസ്റ്റ് സീവേജ് ഒന്നുമില്ല, രണ്ടും സെയിം സീവേജ് അല്ലെ. സോ അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു സീവേജ്, അപ്പൊ അത് വിത്ത് റെസ്പെക്ട് ടു ഒരു ഇൻഡിവിജ്വൽ നമ്മൾ ബേസിക്കലി ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് ഒരു ഇൻഡസ്ട്രീനെ ഒരാളായിട്ട് സമം ചെയ്ത് നമുക്ക് ആ ഒരു ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഓരോ ഇൻഡസ്ട്രിയും ഒരാളുടെ ആ ഒരു കണക്കിന് എത്രത്തോളം എന്താണ് ആ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രോങ്ങർ ആയിട്ടുള്ള ആ ഒരു വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോപ്പുലേഷൻ ഇക്വലന്റ് യൂസ് ചെയ്യുന്നത്. സോ പോപ്പുലേഷൻ ഇക്വലന്റിന്റെ കേസിൽ നമ്മൾ എന്തിനാണ് ഈ ഒരു പോപ്പുലേഷൻ ഇക്വലന്റ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ സ്ട്രെങ്ത് ഓഫ് സീവേജിന്റെ ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നത് ഒരാളുടെ കമ്പാരിസണിൽ പെർ ക്യാപിറ്റൽ ഒരാളുടെ കമ്പാരിസണിൽ എത്രത്തോളം സ്ട്രോങ്ങർ ആയിട്ടുള്ള ആ ഒരു വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ബേസിക്കലി ഒരു
പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്നുണ്ട്, പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു BOD ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, BOD ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിവൈഡഡ് ബൈ പെർ ക്യാപിറ്റ BOD, ഡിവൈഡഡ് ബൈ പെർ ക്യാപിറ്റ BOD ആണ്. അതിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആ ഒരു പെർ ക്യാപിറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ഗ്രാംസ് പെർ, അല്ല 80 ഗ്രാംസ് ആണ്, 80 ഗ്രാംസ് ആണ് പെർ പേഴ്സൺ, 80 ഗ്രാംസ് പെർ പേഴ്സൺ ആണ് നമ്മൾ പറയുന്ന എന്താണ് പെർ ക്യാപിറ്റ BOD എന്ന് പറയുന്നത്. സോ ഈ ഒരു വാല്യൂയും കൂടി ഒന്ന് അറിഞ്ഞു വെക്കാം. പെർ ഡേ അല്ലെ, ഒരു ദിവസം ഒരാൾ ഉണ്ടാക്കുന്ന ഒരു BOD എന്ന് പറഞ്ഞാൽ 80 ഗ്രാംസ് ആണ്. അതാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ. അപ്പൊ ഇതാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്വലന്റിന്റെ കേസിൽ പറയുന്ന ഒരു കാര്യം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ഇത് അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ 5-6 എക്സാംസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു 50%, ഒരു 3 പ്രാവശ്യമെങ്കിലും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊന്ന് സ്കെച്ച് ചെയ്ത് വെക്കുക. BODന്റെ ഡിറ്റർമിനേഷൻ ആണ്, റൈറ്റ്? സോ ഈ BOD ഡിറ്റർമിനേഷന്റെ കേസിൽ എന്താണ് നമ്മൾ പറയുന്നത്? BOD വാല്യൂ എറ്റ് 5 day 20 degree Celsius. ആ 2 വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. 5 ദിവസമാണ് ആ ഒരു ടെസ്റ്റ് ഡ്യൂറേഷൻ. അതുപോലെ ആ ടെസ്റ്റ് ടെമ്പറേച്ചർ, ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ ആ കേസിൽ 20 degree Celsius. So this is equal to dilution factor into DO initial minus DO final. അല്ല, ഇതാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ. ഇനി ഡൈല്യൂഷൻ ഫാക്ടറിന്റെ കേസിൽ 2 കാര്യങ്ങളുണ്ട്. അതെന്താണ്? നമ്മൾ ഡയറക്ട്ലി ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം, ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം എന്നുള്ള രീതിയിലാണ് നമുക്ക് പൊതുവേ ആ ഒരു ക്വസ്റ്റ്യൻ വരിക. അതായത് 2 ml സീവേജ് സാമ്പിൾ എടുത്ത് 100 ml ആക്കി മാറ്റി. അപ്പൊ ആ കേസിൽ ഫൈനൽ വോളിയം 100, ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് ആ ഒരു 2. അപ്പൊ 50 ആണ് ഡൈല്യൂഷൻ ഫാക്ടർ വരിക, അല്ലേ? ഇനി പെർസെന്റേജ് വാല്യൂ ചോദിച്ചാൽ ഈ പറയുന്ന 2%, ഈ ഒരു പെർസെന്റേജ് വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ ആ കേസിൽ ഒന്നും ചെയ്യേണ്ട. ഈ കേസിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ ആ ഒരു പെർസെന്റേജ് വാല്യൂ. അപ്പൊ ഈ കേസിൽ 100/2 വരും, അല്ലെ? സോ ഡൈല്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 100/2 വരും. സോ ദിസ് ഈസ് 50 ആണ്. സോ 50 ഇൻറ്റു ഡിസോൾഡ് ഓക്സിജൻ ഇനീഷ്യൽ എന്ന് പറയുന്നത് 8.5 ആണ്, മൈനസ് ഡിസോൾഡ് ഓക്സിജൻ ഫൈനൽ എന്ന് പറയുന്നത് 5.5 വരും. സോ 50 into 3 that is 150 milligrams per liter ആണ് നമ്മൾ പറയുന്ന ആ ഒരു വാല്യൂ. 150 milligram per liter ആണ് നമ്മൾ പറയുന്ന ആ ഒരു വാല്യൂ. സോ ആൻസർ ഓപ്ഷൻ ബി വരും. അതുപോലെ DO ഡിസോൾഡ് ഓക്സിജന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ LSTD എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു ലെവൽ യൂഷ്വലി എന്താണ്, അല്ലെ? ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷന്റെ ബേസിൽ എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ DO വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നതായിരുന്നു അതിന്റെ ആ ഒരു ആൻസർ. അതുപോലെ DO സാച്ചുറേഷൻ DOന്റെ വാല്യൂ 9.2 milligram per liter ആണ് 20 degree Celsius. അതും കൂടി ഒന്ന് അറിഞ്ഞു വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. എയ്റോബിക് മെത്തേഡ്, അല്ലെ? എയ്റോബിക് മെത്തേഡ് ഓഫ് കമ്പോസിംഗ് പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ ഇസ് കോൾഡ്. ബാംഗ്ലൂർ മെത്തേഡ് ആണോ, നാഗ്പൂർ മെത്തേഡ് ആണോ, ഡൽഹി മെത്തേഡ് ആണോ, ഇൻഡോർ മെത്തേഡ് ആണോ? സോ എയ്റോബിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡോർ മെത്തേഡും ബാംഗ്ലൂർ മെത്തേഡും ആണ് പറയുക. ഇൻഡോർ മെത്തേഡും അതുപോലെ ബാംഗ്ലൂർ മെത്തേഡും ആണ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാറുള്ള ആ ഒരു മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി യൂസ് ചെയ്യാറുള്ള ആ ഒരു കമ്പോസ്റ്റിംഗ് മെത്തേഡ്. അതിൽ ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഇൻഡോർസ് എന്ന് പറഞ്ഞാൽ അകത്താണ്, റൈറ്റ്? സോ ഈ കേസിൽ ഇൻഡോർ മെത്തേഡ് ഇൻഡോർസ് അല്ല എന്നുള്ള രീതിയിൽ. അതേസമയത്ത് ബാംഗ്ലൂർ മെത്തേഡ് ആണ് ബേസിക്കലി ആ ഒരു എൻക്ലോഷറിന്റെ അകത്ത് എനീറോബിക് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്, അല്ലെ? എനീറോബിക് ആയിട്ടുള്ള ആ ഒരു എൻക്ലോഷറിന്റെ അകത്ത് വരുന്ന ആ ഒരു പ്രോസസ് ആണ് ബാംഗ്ലൂർ മെത്തേഡ്. ഇൻഡോർ മെത്തേഡ് ഇൻഡോർസിൽ അല്ല, ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഇൻഡോർ മെത്തേഡ് ആണ് നമ്മൾ എയ്റോബിക് മെത്തേഡ് ആയിട്ട് പറയുന്നത്. സോ ദിസ് ഈസ് എന്താണ് ഇൻഡോർ മെത്തേഡ് ആണ്. എയ്റോബിക് മെത്തേഡ് ചോദിച്ചുകൊണ്ട് ഇൻഡോർ മെത്തേഡ് ആണ് നമ്മൾ പറയുന്ന ഒരു എയ്റോബിക് മെത്തേഡ്. ബാംഗ്ലൂർ മെത്തേഡ് ആയിരുന്നെങ്കിൽ അത് എന്താണ് എനീറോബിക് മെത്തേഡോ, അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 12 അടുത്തൊരു ക്വസ്റ്റ്യൻ. അതുപോലെ ആ ഒരു കമ്പോസ്റ്റിംഗ് ആണ് എക്കോളജിക്കലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു കമ്പോസ്റ്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി എംപ്ലോയ്ഡ് ഫോർ പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ വേസ്റ്റ് ഡിസ്പോസൽ? സോ അതിന്റെ ആൻസർ ഏറ്റവും ബെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക റീസൈക്ലിംഗ് ആണ്. ആ ഒരു പ്ലാസ്റ്റിക് ആയാലും റബ്ബർ ആയാലും റീസൈക്ലിംഗ് ആണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡായിട്ട് വരിക. ആ ഒരു എനർജി എഫിഷ്യൻസിയും എല്ലാ കാര്യം കൺസിഡർ ചെയ്തല്ലേ, അല്ലെ? എൻവയറമെന്റലി ഒരു പ്രശ്നമില്ലാത്ത ഒരു ഐഡിയ ഒരു പ്രോസസ് റീസൈക്ലിംഗ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ പറയുന്നതാണ് പൈറോലിസ് ആണ്. പൈറോലിസിസ് ആണ് പിന്നെയുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആ ഒരു പ്രോസസ്. പൈറോലിസും ഇൻസിനറേഷന്റെ ഉള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഓക്സിജനിലുള്ള ഒരു ഹൈ ടെമ്പറേച്ചർ ബേണിംഗ് ആണ്. പൈറോലിസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഒരു തെർമൽ ക്രാക്കിംഗ് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആ ഒരു ഹീറ്റിംഗ് ആണ് ബേസിക്കലി ആ ഒരു പൈറോലിസിസ്. അപ്പൊ ഇതും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13 Streeter-Fels equation is used for.
സോ ഈ സ്ട്രീറ്റർഫെൽസ് ഇക്വേഷന്റെ കേസ് ഇത്രയും അറിയാനുള്ളൂ. ഡിസോൾവ് ഓക്സിജൻ ഡെഫിസിറ്റ് ആണ് നമ്മൾ ബേസിക്കലി ആ ഒരു സ്ട്രീറ്റർഫെൽസ് ഇക്വേഷൻ നമ്മൾ ആ ഒരു റിവറിന്റെ സെൽഫ് പ്യൂരിഫിക്കേഷൻ പ്രോസസ് അല്ലെ, റിവറിന്റെ സെൽഫ് പ്യൂരിഫിക്കേഷൻ പ്രോസസിന്റെ അകത്ത് കാണാറുണ്ട് ഫസ്റ്റ് സോണ് അല്ലെങ്കിൽ ആ സീവേജ് ഡിസ്പോസ് ആയ ആ തൊട്ടടുത്ത സോൺ എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആക്റ്റീവ് ഡീകമ്പോസിഷൻ സോൺ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോൺ ഓഫ് റിക്കവറി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ തിരിച്ചല്ല, ഇവിടെയും ക്ലിയർ വാട്ടർ സോൺ ആണ്, ഇവിടെയും ക്ലിയർ വാട്ടർ സോൺ വരും. അപ്പൊ ഈ കേസിൽ ഡീഗ്രഡേഷന്റെ കേസിൽ എന്താണ് ഗ്രാജുവലി ആ DO ലെവൽ ഒരു 40% റെഡ്യൂസ് ആവുന്ന, സോ അപ്രോക്സിമേറ്റ്ലി ഒരു 40% റെഡ്യൂസ് ആവുന്ന ഒരു സോണാണ്. അത് കഴിഞ്ഞിട്ട് ഇത് മേ ബി ഒരു 0 വരെ പോയിട്ട് തിരിച്ച് ആ ഒരു 40%ലേക്ക് വരുന്നല്ലേ, 0 വരെ പോയിട്ട് ആ ഒരു തിരിച്ച് 40ലേക്ക് വരുന്ന സോണാണ് നമ്മൾ ആക്റ്റീവ് ഡീകമ്പോസിഷൻ. അതിൽ തിരിച്ച് ആ ഒരു റിക്കവറി സോണിലാണ് ഫൈനലി നമ്മുടെ ആ ഒരു ഇനീഷ്യൽ ലെവലിലേക്ക്, ആ ഒരു ഇനീഷ്യൽ ലെവൽ എന്തായിരുന്നു ആ ലെവലിലേക്ക് തന്നെ ആ ഒരു DO ലെവൽ തിരിച്ചു വരിക, റൈറ്റ്. അപ്പൊ ഈ പറയുന്ന ആ ഓക്സിജൻ ഡെഫിസിറ്റ്, ആ ഒരു ഡിസോൾവ് ഓക്സിജൻ ഡെഫിസിറ്റ് നമുക്ക് കാണിച്ചിരുന്ന ആ ഒരു കർവാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രീറ്റർഫെൽസ് ഇക്വേഷൻ. ഇവിടെ രണ്ട് കാര്യം നടക്കുന്നുണ്ട്. മൈക്രോ ഓർഗാനിസംസ് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നു. സോ അതിനെ നമ്മൾ എന്താണ് ഡീ ഓക്സിജനേഷൻ എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് ഡീ ഓക്സിജനേഷൻ. അതുപോലെ എന്താണ് ഈ കേസിൽ മേളുന്ന ആ DO ലെവൽ സാച്ചുറേഷൻ DOനേക്കാളും താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മേളുന്ന അറ്റ്മോസ്ഫിയറിന്റെ അകത്ത് ഓക്സിജൻ ഈ പറയുന്ന വാട്ടറിലേക്ക് ഡിസോൾവ് ആവും അല്ലെ. അപ്പൊ അതുകൊണ്ട് O2 ഡിസോൾവ്സ് ഫ്രം അറ്റ്മോസ്ഫിയർ. സോ അതിനെയാണ് നമ്മൾ ഈ പറയുന്ന റീ ഓക്സിജനേഷൻ എന്ന് പറയുക. ദിസ് ഈസ് കോൾഡ് റീ ഓക്സിജനേഷൻ. അപ്പൊ ആ രണ്ട് പ്രോസസ് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. അതിൽ ഇനീഷ്യൽ ഫേസിൽ ഓർഗാനിസം സീവേജ് ഡിസ്പോസ് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് വേസ്റ്റ് ഒരുപാട് ഓർഗാനിക് മാറ്റർ വാട്ടറിലേക്ക് വന്നു അല്ലെ. അപ്പൊ ആ കേസിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് വരുന്നു. അവര് ഒരുപാട് ആ ഡിസോൾവ് ഓക്സിജൻ എയ്റോബിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആയതുകൊണ്ട് ആ ഒരു റിവറിന്റെ അകത്തുള്ള ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ടാണ് ബേസിക്കലി ആ ഒരു ഡീകമ്പോസിഷൻ പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യുക അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, ആ ഒരു DO ലെവൽസ് റെഡ്യൂസ് ആവുന്നുണ്ട് എക്സസീവ് ആയിട്ട്, ഒരു റാപ്പിഡ് റേറ്റ് റെഡ്യൂസ് ആവും. അതിനെ നികത്താൻ വേണ്ടിയിട്ടുള്ള അത്രയും ഓക്സിജൻ എന്താണ് അറ്റ്മോസ്ഫിയറിന്റെ അകത്തുനിന്ന് ഡിസോൾവ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കർവ് താഴോട്ടേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓർഗാനിസംസ് ഈ പറഞ്ഞ ഓർഗാനിക് മാറ്റർ അത്യാവശ്യം ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു DOന്റെ ആവശ്യം അവിടെ വരുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ ഒരു മൈക്രോ ഓർഗാനിസംസിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിമാൻഡ് റെഡ്യൂസ് ആവുന്നു. അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ഓക്സിജന്റെ എമൗണ്ട് പിന്നെ കൂടിക്കൂടി അല്ല, അത് ആവശ്യത്തിനനുസരിച്ച് അത് റീപ്ലിനിഷ് ആവും. അപ്പൊ അതുകൊണ്ട് വീണ്ടും ആ ഒരു കർവ് തിരിച്ച് ആ റീകവറിയിലേക്ക് അല്ലെ, തിരിച്ച് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലേക്ക് തന്നെ പോവാൻ. അതാണ് അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 14. അറ്റ്മോസ്ഫിയർ ഈസ് സെഡ് ടു ബി അൺസ്റ്റേബിൾ വെൻ. അറ്റ്മോസ്ഫിയർ അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണെന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതും നമ്മുടെ PSC ഇതിന്റെ ആ ഒരു റിവേഴ്സ് ക്വസ്റ്റ്യൻ അടക്കം ചോദിച്ചിട്ടുണ്ട്. എന്താണ് എൻവയൺമെന്റൽ ലാപ്സ് റേറ്റ് അല്ലെ, എൻവയൺമെന്റൽ ലാപ്സ് റേറ്റ് ഗ്രേറ്റർ ദാൻ അഡിയബാറ്റിക് ലാപ്സ് റേറ്റ് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ, എൻവയൺമെന്റൽ ലാപ്സ് റേറ്റ് അഡിയബാറ്റിക് ലാപ്സ് റേറ്റിനേക്കാളും കൂടുതൽ വരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു അറ്റ്മോസ്ഫിയർ ഈസ് അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. സോ എൻവയൺമെന്റൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു എൻവയൺമെന്റിൽ എയർ അല്ലെ, ആ ഒരു എൻവയൺമെന്റിൽ നമ്മൾ മേളിലോട്ടേക്ക് പോകും തോറും ഉണ്ടാവുന്ന ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് എൻവയൺമെന്റൽ ലാപ്സ് റേറ്റ്. അതേ സമയത്ത് വല്ല എക്സോസ്റ്റ് വല്ല സ്മോക്കോ അല്ലെങ്കിൽ അതുപോലുള്ള വല്ല എക്സോസ്റ്റ് ഒക്കെ അല്ലെ, അതൊക്കെ ആ എയർ പാക്കറ്റ് മേളിലോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ലോസ് റേറ്റിനെയാണ് നമ്മൾ അഡിയബാറ്റിക് ലോസ് റേറ്റ് എന്ന് പറയുന്നത്. സോ ELR ഗ്രേറ്റർ ദാൻ ALR വരുന്ന സിറ്റുവേഷനിൽ, ELR ഗ്രേറ്റർ ദാൻ ALR വരുന്ന സിറ്റുവേഷൻ, അതായത് എൻവയൺമെന്റൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റെഡ്യൂസ് ആയി വരുന്നത് അത് നമ്മുടെ ആ ഒരു ALRനേക്കാളും കൂടുതൽ. സോ ഒരിക്കലും ഈ പറയുന്ന സ്മോക്ക് പാക്കറ്റിന് നമ്മുടെ ആ ഒരു എൻവയൺമെന്റൽ ടെമ്പറേച്ചറുമായിട്ട് അല്ലെ അതിന്റെ ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് പൊങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ബേസിക്കലി നമ്മൾ ആ ഒരു കേസിൽ പറയുന്നത്. തിരിച്ചു വരുന്ന കേസിലാണ് നമ്മൾ അതിനാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലെ, അതിനാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അല്ലാത്ത കേസ് അത് ന്യൂട്രൽ, ആ രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് ന്യൂട്രൽ. അപ്പൊ അതും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് എമംഗ് ദ ഫോളോയിങ് കൺട്രോൾ ഡിവൈസസ് ആസ് ദ മാക്സിമം പാർട്ടിക്കുലേറ്റ് റിമൂവൽ എഫിഷ്യൻസി. സോ ആ ഒരു പാർട്ടിക്കുലേറ്റ് റിമൂവൽ എഫിഷ്യൻസി മാക്സിമം ആയിട്ടുള്ള ആ ഒരു എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു സെപ്പറേറ്റ് അല്ലെ ആ ഒരു ഡിവൈസ് അല്ലെ ഏതാണ്. സോ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന നമ്മൾ എക്സോസ്റ്റ്, ആ ചിമ്നീസ് ഒക്കെ വഴി പുറന്തള്ളുന്ന ആ ഒരു എക്സോസ്റ്റിനെ എന്താണ് ഫിൽട്ടർ ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ. അപ്പൊ ഇതിൽ ഏറ്റവും മികച്ച ആൾ, ഏറ്റവും ബെസ്റ്റ് പാർട്ടിക്കുലർ റിമൂവൽ എഫിഷ്യൻസി ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചാൽ ഫാബ്രിക് ഫിൽറ്റേഴ്സ് ആണ്. ഫാബ്രിക് ഫിൽറ്റേഴ്സിന്റെ കേസിൽ 99% അതിൽ കൂടുതലോ ഒക്കെ എന്താണ് അവിടെ ആ ഒരു എഫിഷ്യൻസി. അത്രയും പാർട്ടിക്കിൾസ് ചെയ്ത് ബാക്കി ഒരു മൈന്യൂട്ട് ട്രേസ് മാത്രമേ മിക്കവാറും പിന്നെ ആ ഒരു എയറിലേക്ക് പോകുന്നുള്ളൂ അല്ലെ.
അതുപോലെ സ്പ്രേ ടവർ സൈക്ലോൺ സെപ്പറേറ്റേഴ്സിന്റെ കേസിൽ 50 to ഏകദേശം ഒരു 90% ഒക്കെ വരെ മാത്രമേ വരുന്നുള്ളൂ. അത്ര എഫക്റ്റീവ് അല്ല. ഒരു 50 to 90% മാത്രമേ അവിടെ അവർ പാർട്ടിക്കൽ റിമൂവൽ എഫിഷ്യൻസി വരുന്നുള്ളൂ. സ്പ്രേ ടവേഴ്സിന്റെ കേസിലും മാക്സിമം നമ്മൾ പറയുന്നത് 80% ആണ്. സൈക്ലോൺ സ്ക്രബ്ബേഴ്സിന്റെ കേസിലും ഒരു 90% വരെയൊക്കെ ആ ഒരു എഫിഷ്യൻസി വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് ചോദിച്ചാൽ എന്താണ്, ഫാബ്രിക് ഫിൽറ്റേഴ്സ് ആണ്. സോ ഇത്രയാണ് നമ്മൾ തൽക്കാലം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് നിങ്ങൾ ആ ഒരു ഇറിഗേഷൻ അല്ലേ, ഇനി നമുക്ക് നെക്സ്റ്റ് വരാനുള്ള ഇറിഗേഷൻ ആണ്, അതിനൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ബാക്കിയുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ആ ഒരു എക്സാംസ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടാർഗറ്റ് ഈ സിവിൽ 2.0 ബാച്ചിൽ ജോയിൻ ചെയ്യാം. കോഴ്സ് ഫീ 12,999 ആണ്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എക്സാം നല്ല ഉഷാറാക്കി എഴുതുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.